ബസ്സിലെ ലൈംഗിക അതിക്രമ ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അഞ്ജന, ജാമ്യാപേക്ഷയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? കോടതി ജാമ്യം നിഷേധിച്ചത് എന്തുകൊണ്ട്? മധു, ദീപകിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രതിയായ ഷിംജിത മുസ്തഫയ്ക്ക് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ്. ഷിംജിതക്ക് ജാമ്യമില്ല. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പഠിക്കട്ടെ. ഇങ്ങനെയുള്ള കുറേ ടീമുകൾക്ക് ഇതൊരു പാഠം തന്നെയാണ്. ഷിംജിതയെ പോലെയുള്ള വീഡിയോ എടുത്ത് വൈറലാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, ഹണി ട്രാപ്പിൽ പെടുത്തുന്ന, മറ്റുള്ളവന്റെ പണം അപഹരിക്കുന്ന, അതുപോലെ തന്നെ ഇങ്ങനെ പോകുന്ന വേട്ടാവളിയന്മാർ വേറെയുമുണ്ട്. അതായത് ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുമ്പോഴേക്ക് അങ്ങ് കെട്ടിയൊരുങ്ങി പോകുന്ന ചില കൃമികീടങ്ങളും ഉണ്ട്. അവറ്റകൾക്കും എല്ലാവർക്കുമുള്ള ഒരു പാഠം തന്നെയാണ് എന്ത് ഷിംജിതയ്ക്ക് ജാമ്യമില്ല എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ ഷിംജിത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ ജാമ്യം കിട്ടും, വീട്ടിലേക്ക് പോകാം എന്നൊക്കെ വിചാരിച്ച ഷിംജിത പെടുകയാണ് ചെയ്തത്. എന്തൊക്കെയായിരുന്നു? അതായത് ഈ വാർത്തയൊക്കെ വന്നു, ദീപക് മരിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ദീപകിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെയാ ഇളക്കിയത്, എന്തൊക്കെയാ പറഞ്ഞത് ഇവര്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ? അതായത് എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു, കൂടാതെ എന്ന് പറഞ്ഞ് എന്നെ തോണ്ടി എന്ന് പറഞ്ഞിട്ടൊരു പരാതി. ഇതൊക്കെ കാണുന്ന നമുക്കറിയില്ലേ? അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അത് ചിത്രീകരിക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഒന്നങ്ങോട്ട് വരസി കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അതായത് ഒരു മനുഷ്യന്റെ കാലനായിട്ട് വന്നു എന്നേ ഞാൻ പറയുള്ളൂ. ദീപക് എന്ന് പറയുന്നവന്റെ കാലനായിട്ട് മാത്രമാണ് ഈ ഷിംജിത എന്ന് പറയുന്ന ഈ താടക അന്ന് ആ ബസ്സിൽ കയറിയതെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വെച്ചിരുന്നെങ്കിലും വല്ല ജാമ്യം കിട്ടുമോ? കാരണം നമുക്ക് പറയാൻ കഴിയില്ലോ. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഷിംജിത ചിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെ ചിരിച്ച് ഞാൻ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു ഇതുണ്ട്. ആ ഒരു ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഏതായാലും അത് നമുക്ക് കാണേണ്ടി വന്നില്ല, അത് നമുക്ക് കാണാൻ ഇടവരുത്തിയില്ല. കോടതി, ബഹുമാനപ്പെട്ട കോടതിയോട് വലിയ ബഹുമാനം മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ. കാരണം ഒരുപാട് ഷിംജിതമാർ നമ്മുടെ നാട്ടിലുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട് കേട്ടോ. ഷിംജിതമാരെ മാത്രം ഞാൻ പറയുന്നില്ല, ഞരമ്പ് രോഗികളെയും പറയുകയാണ്. ഈ എല്ലാ തരത്തിലുള്ള ഞരമ്പുകളും ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. വേറെ ഏടിയില്ല, വേറെ ഒരു രാജ്യത്തും ഇല്ല. ഇവറ്റകളൊക്കെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം കേരളത്തിലേക്ക് വരും. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ദുബായിലോ എവിടെയെങ്കിലും പോകും. കാരണം എന്താ വെച്ചാൽ കേരളത്തിലേക്ക് വരുമ്പോഴൊരു പ്രത്യേക രീതിയിലാണ് ഇവരെല്ലാവരും വരിക. അതായത് ചിലർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തരായിരിക്കും, ചിലർ ദീനീബോധമുള്ളവരായിരിക്കും, ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനാ വഴികളിലൂടെ പോകുന്നതായിരിക്കും. പക്ഷെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ വൃത്തികെട്ടവന്മാരുമായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഷിംജിത എന്ന് പറയുന്ന യുവതി ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്തൊക്കെയായിരുന്നു, എന്നിട്ട് അവസാനം എന്താണ് സംഭവിച്ചത്? അതാണ് ഞാൻ പറയുന്നത്. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൂതറ പരിപാടി ചെയ്തിട്ടും പൈസ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. അല്ലാതെ ഇവർക്കൊന്നും വേറെ ഒരു ലക്ഷ്യവുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ കൂതറ പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാണവും മാനവും ഇല്ലാത്ത കുറേ ടീമുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വൈകുന്നേരം നമ്മൾ ലൈവ് എടുത്തു കഴിഞ്ഞാൽ കാണുന്നത് എന്താണ്? എൻ്റെ സാരി എങ്ങനെയുണ്ട്, എൻ്റെ ഇതെങ്ങനെയുണ്ട്, എൻ്റെ ചുരിദാർ എങ്ങനെയുണ്ട്. അത് മാത്രമല്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചു വന്നിട്ട് മുടി കെട്ടുന്നതും ഡ്രസ്സ് ചെയ്യുന്നതൊക്കെ ലൈവ് ക്യാമറേൻ്റെ മുന്നിൽ വെച്ചിട്ടാണ്. മലയാളികൾ തന്നെയാണ്, അന്യഭാഷക്കാരൊന്നുമല്ല. അതായത് തമിഴന്മാരോ തെലുങ്കരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഹിന്ദിക്കാരോ ഒന്നുമല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചുവന്ന തിരിവെന്നൊക്കെ കാണുന്നത്. ഇപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ തുറന്നു കഴിഞ്ഞാൽ രാത്രി 2 മണിക്കോ 1 മണിക്കും തുടങ്ങുന്ന ചില ലൈവുകളുണ്ട്. ഈ ലൈവുകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രവാസികളായ കുറച്ച് ഞരമ്പന്മാരുണ്ട്. അവന്മാരെ ലക്ഷ്യം വെച്ചിട്ടാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. അപ്പോൾ ഈ പ്രവാസി അവന്മാരെ ഞരമ്പുകളെ ലക്ഷ്യം വെച്ചിട്ട് തുടങ്ങുന്ന ഇങ്ങനെയുള്ള ലൈവുകൾ, ആ ലൈവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആൾക്കാരുണ്ട്. അതായത് ഇവരൊക്കെ ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിക്കുന്ന ടീച്ചർമാരുണ്ടാകാം, അതുപോലെ ജോലി ചെയ്യുന്നവരുണ്ടാകാം. ഇങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. ഭർത്താവിൻ്റെയും മക്കളുടെയും, ചിലപ്പോൾ മക്കൾ വരെ ആയിട്ടുണ്ടാകും. അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത്, മുത്തശ്ശിമാരായ ചില ടീമുകൾ വരെ എന്ന് പറഞ്ഞാൽ ലൈവിൽ വന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്നിട്ട് എന്തെങ്കിലും ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞിട്ട് ഇവൻ്റെ കമൻറ്റ് കണ്ടോ, ഇവനെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ള കുറേ റുവാണിച്ചുകളും നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവറ്റകളെ ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടരുത്.
അപ്പൊ ഇങ്ങനെ ലൈവ് ഇടുന്ന അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നില്ല ഒരു തോന്നിച്ച വന്നത് എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി തന്നെയാണ്. ഇവിടെ ഇപ്പോൾ എല്ലാവരും ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയെ വിറ്റ് ജീവിക്കുന്ന ഒരുത്തൻ അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും ഭാര്യയും തമ്മിലുള്ള ബന്ധങ്ങൾ, ലൈംഗിക ബന്ധങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിലാക്കുന്നു. ഇപ്പോഴും മൂന്നാമതൊരുത്തനെയും കൂടി കയറ്റിയിരിക്കുന്നു. അതായത് ഭാര്യയും ഭർത്താവുമാണ് ഇത്ര ആളും ചെയ്തതെങ്കിൽ ഇപ്പം മൂന്നാമതൊരുത്തൻ. അപ്പൊ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മളെ പശുവും ടീമുമാണ്, പണ്ടത്തെ ചുംബന സമര. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ നാട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചുംബന സമരവുമായിട്ട് ഇറങ്ങും, അതുപോലെ മറ്റേ തരങ്ങളുമായിട്ട് ഇറങ്ങും, ഇങ്ങനെ കുറെ കൂതറ സംഭവങ്ങളായിട്ട് ഇറങ്ങും. എന്നിട്ട് എന്താണ് ഇവിടെ നേടിയത്? കഴിഞ്ഞ ചുംബന സമരം നടന്നതുപോലെ ചുംബന സമരത്തിൽപ്പെട്ട കുറെ എണ്ണത്തിന് ഇതുപോലെയുള്ള വരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇങ്ങനെയുള്ള ലൈവുകൾ ചെയ്തും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തും ഇതൊക്കെ വെബ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഇറക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് അവർ പൈസ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ചുംബന സമരത്തിൽ പങ്കെടുത്തവർക്ക് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കുറേ ചുംബനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അല്ലാതെ ഒരു മണ്ണാങ്കട്ടി ഇവറ്റകൾക്കൊന്നും നേടിയില്ല. ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, നമുക്കതൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഇവിടെ കാണുന്നത് എന്താണ്, പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് ആൺ സുഹൃത്തുക്കൾ, പെൺ സുഹൃത്തുക്കൾ, മറ്റേമാർ എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണം കെട്ടിമറിയുകയും കുറേ എണ്ണം എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകുന്നു, കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജീവിതം നശിച്ച് കുട്ടിച്ചോറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളൊക്കെ കാണുന്നത് പോലെ നമ്മളൊക്കെ എന്താണ് കാണുന്നത്? നമ്മൾ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്ന ചില വാർത്തകൾ, അതായത് പല വീടുകളിലും കുടുംബങ്ങളിലും എന്തോരം നാശം പിടിച്ച മക്കളാണുള്ളത് അറിയോ? അതായത് എത്ര പേരാണ് ഇതുപോലെ നശിച്ചു പോയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കും കേട്ട് കൊച്ചിയിൽ പോയിട്ട് തുള്ളാൻ പോയതാണ് ഇവരൊക്കെ. ഈ തുള്ളാൻ പോയന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നശിച്ച് കുടുംബം വരെ ഇല്ലാതായിട്ടുണ്ട്. ജീവിതം നശിച്ച വീട്ടമ്മമാർ, ജീവിതം നശിച്ച ഭർത്താക്കന്മാരും ഭാര്യമാരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നുമക്കൾ, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മറ്റുള്ളവൻ്റെ ഓത്ത വർത്താനം കേൾക്കരുത് ഒരിക്കലും. കാരണം ഓള വർത്താനം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം എവിടെയും എത്തത്തില്ല. നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താഴ്ന്നു പോകത്തുള്ളൂ. ഇതൊക്കെ പൈസ ഉണ്ടാക്കാണ്. ഷിംജിതയൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഷിംജിത ഇതിൻ്റെ ഒരാൾ മാത്രമാണ്. അതായത് ഷിംജിതയെ പോലെ നൂറുകണക്കിന് ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ലൈവ് ചെയ്ത് നിൽക്കുന്നത്. അവരൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അവരൊക്കെ ചിന്താഗതി എന്ന് വെച്ചാൽ ഇതെങ്ങനെ വൈറലാക്കാം എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർ പല കളികളും ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ നോക്കുമ്പോഴേ ഒരു ലൈവിൽ ഒരു സ്ത്രീ പറയുകയാണ്, അതായത് എല്ലാവരും കണ്ടോ ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കല. കാണുന്നത് എന്താണെന്നറിയാം, എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ, സത്യം പറയാം, ആ സ്ത്രീക്ക് ഒരു 58-60 വയസ്സുണ്ടാകുമായിരുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ, 60 വയസ്സ്. അപ്പം അവരെ മക്കള് അവരൊക്കെ കാണുമ്പോഴുള്ള തൊലിയുരിഞ്ഞു പോകുന്ന ഒരു കാര്യം ഇന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പൈസ ആ നാണക്കേട് മുഴുവൻ മാറ്റും എന്ന് തന്നെയാണ് ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. തുണിയില്ലാതെ നടന്ന ടീമിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരോ ചാൻസുകൾ കിട്ടുന്നു. ബിഗ് ബോസിനെ ലക്ഷ്യമാക്കി തന്നെ എന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാർ കോപ്രായങ്ങൾ കാണിക്കുന്നു. നിരവധി എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷവേഷം വിട്ടിട്ട് ആൺവേഷം വിട്ട് മറ്റേ സ്ത്രീവേഷം കിട്ടി നടക്കുന്നു. പിന്നെ അതിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്നു. ഒന്നും വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരിയിട്ടും തീട്ടം പാരിയിട്ടും വരികയാണ് യുറ്റകളെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതുപോലെയുള്ള ഈ ടീമുകളെയൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ? ഏതായാലും രാത്രി കാലങ്ങളിൽ ലൈവിലുള്ളവരും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൈറലാകാൻ വേണ്ടിയിട്ട് ഉരസുന്നവരും, അതുപോലെ ഉരസിയിട്ട് വീഡിയോ എടുത്തിട്ട് നാട്ടുകാർക്ക് മുന്നിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ എന്താ വേണ്ടതെന്ന് ചെയ്യുന്നവരും. അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഹണി ട്രാപ്പുകാരുടെ പേരത്ത് തന്നെ വരും. ഇവരൊക്കെ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എത്തിപ്പെടുന്നത് ഹണി ട്രാപ്പിൽ തന്നെയായിരിക്കും എത്തിക്കുന്നത്. അതായത് ഓരോ പ്രേക്ഷകനെയും ഇവർ ചിലപ്പോൾ എത്തിക്കുന്നത് ഹണി ട്രാപ്പിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക, ഏതായാലും ഷിംജിതമാർ ഇനി ഉണ്ടാക്കരുത് ഒരിക്കലും. അതുപോലെ തന്നെ ഞരമ്പന്മാർ, ഞാൻ പറഞ്ഞല്ലോ ഷിംജിതമാർ മാത്രമല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ ഞരമ്പന്മാരും ഉണ്ട്. അതാണ് ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് പക്ഷേ ഇതിൻ്റെ ആ ഒരു പൊയ്മുഖം മനസ്സിലാക്കാൻ കഴിയാതെ പോയി. അതാണ് അയാൾ കുറച്ച് ഡീസൻ്റ് ആയിപ്പോയി. അയാൾ ഡീസൻ്റ് ആയത് തന്നെയാണ് അയാളുടെ ജീവൻ പോയതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യുക. നന്ദി, നമസ്കാരം.